വയ്ക്കാം. അതിനുശേഷം നമുക്ക് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു 3-4 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയും ഇതുപോലെ ഒരു പകുതി വേവാകുമ്പോൾ, അതായത് വഴണ്ട് പകുതി ആകുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് എടുത്തു വച്ചിട്ടുള്ള പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് നേരം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പം ഇട്ടിരിക്കുന്നത്. ഇനി ഞാനൊരു നുള്ള് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് രണ്ടാം പാൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പും ഒരല്പം കൂടുതലുണ്ട്. അത്രയും രണ്ടാം പാൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഉപ്പെല്ലാം നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം തീയിൽ 2 മിനിറ്റ് നേരം നമുക്കൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തിള വന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നാം പാൽ 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഉള്ളി താളിക്കണം. അതിനായിട്ട് ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. നമ്മൾ ഒഴിച്ച ഉള്ളിയുടെ സ്മെല്ല് ഒന്ന് കറിയിൽ സ്പ്രെഡ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം നമുക്കിനി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.